ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ എമ്പുരാൻ സിനിമ കണ്ടതിൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എറണാകുളം തൃപ്പൂണിത്തുറ പുതിയകാവിലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. ഉച്ചയ്ക്ക് 2:30-ആയിരുന്നു നമ്മുടെ ഷോ. നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചെന്നപ്പോഴേക്കും നമ്മൾ കുടുംബശ്രീയിലെ ചേച്ചിമാർ നടത്തുന്ന ഒരു കുൽക്കി സർവത്തിൻ്റെ ഒരു കടയുണ്ട് കേട്ടോ. സംഭാരം കുൽക്കി സർവത്ത് അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ വഴി പോകുമ്പോഴേക്കും നമ്മളെപ്പോഴും കയറുന്നതാണ്. നമുക്ക് അറിയാവുന്ന ചേച്ചിമാരാണ്. അപ്പോൾ നമ്മളിന്ന് ചെന്നിട്ട് ഒരു ബൂസ്റ്റ് കുൽക്കിയും അതുപോലെ തന്നെ കുൽക്കി സർവത്തും കുടിച്ചിട്ടു. അപ്പോൾ കുൽക്കി സർവത്തൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ തിയേറ്ററിലോട്ട് ചെന്ന് നമുക്ക് ഇവിടുന്ന് അധികം ദൂരമില്ല പുതിയവിലോട്ട്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു, ഹൗസ്ഫുള്ളായിരുന്നു പടം. എമ്പുരാൻ മൂവി ഇറങ്ങിയതിന് ശേഷം ഭയങ്കര വിവാദങ്ങളായതുകൊണ്ട് കാണണോ വേണ്ടെന്നൊരു കൺഫ്യൂഷൻ തന്നെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് കുറേ നെഗറ്റീവ് കമൻസൊക്കെ റിവ്യൂസൊക്കെ നമ്മൾ ഓൺലൈനിൽ കണ്ടതുകൊണ്ട് നമുക്ക് കാണണമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സിനിമ കുറച്ച് കട്ട് ചെയ്യണമെന്ന് അറിഞ്ഞപ്പോഴാണ് എന്തായാലും പോയി കാണാൻ, കുറച്ച് ഡിലേ ആക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോഴേക്കും ബൈത്തിൻ്റെ അവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ പോയതാണ്. നമുക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു, മോൾക്കും ഇഷ്ടപ്പെട്ടു. സിനിമയിൽ ഒരുപാട് ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാവും. ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് വയലൻസും കാര്യങ്ങളുണ്ട്. അതൊഴിച്ച് നോക്കുവാണെങ്കിൽ പടം അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറാണെങ്കിലും മഞ്ജു വാര്യരുടെ ക്യാരക്ടറാണെങ്കിലും ശരിക്കും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. ഇനി എമ്പുരാൻ കട്ടിയായിട്ടുള്ള ഭാഗങ്ങളായിരിക്കുമല്ലോ തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ കട്ട് ചെയ്യണതിന് മുമ്പ് കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കുറച്ച് കട്ടിങ് കഴിഞ്ഞിട്ട് പടം എങ്ങനെയാവുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം എല്ലാം ഇതായിട്ട് കണക്ട് ചെയ്തേക്കണതുകൊണ്ട് എങ്ങനെ വരുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഓവറോൾ നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും കാണുന്നതായിരിക്കും നല്ലത്. സിനിമ OTT കാണാതെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഈ ഒരു സീനൊക്കെ കാണുമ്പോഴേക്കും ശരിക്കും ഇൻ്റർനാഷണൽ രീതിയിലാണ് എൻ്റെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനാണ് കുറച്ചുകൂടി നല്ലത്. ഇതുപോലെ ഒരുപാട് അടിപൊളി രംഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും രോമാഞ്ചമൊക്കെ തന്നെ അടിപൊളി നല്ല രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ എമ്പുരാൻ വാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ സിനിമയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ തൊട്ടടുത്ത് നമുക്ക് KFC ഉണ്ട് പുതിയകാവിൽ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ടോ.